ഹലോ ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ സയൻസ് ബിടെക്കിൽ ഇപ്പോൾ പല വേക്കൻസികളും വിളിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. PSCയിൽ തന്നെ 4 വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയ ചില ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കാം. അപ്പോൾ ആദ്യമായി ഏതൊരു എക്സാമിന് എടുത്താലും IP അഡ്രസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചില ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പോർഷൻ IP അഡ്രസ് ക്ലാസ്. അപ്പോൾ എന്തിനാണ് IP അഡ്രസ് ഉപയോഗിക്കുന്നത്? ഓരോ ഹോസ്റ്റിനും, ഒരു നെറ്റ്വർക്കിലെ ഓരോ ഹോസ്റ്റിനും ഒരു നമ്പർ അല്ലെ നെയിം സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IP അഡ്രസ് യൂസ് ചെയ്യുന്നത്. അപ്പം IPv4ൽ നമ്മൾ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സിനെ 5 ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ IP അഡ്രസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? IPv4ൽ 32 ബിറ്റ് ആണ് ഉണ്ടാവുക. അതായത് 8 ഡിജിറ്റ് ഉള്ള 4 പാർട്ടായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 5 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ? ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D ആൻഡ് ക്ലാസ് E. ഇവിടെ ഈ ആദ്യത്തെ A, B, C അങ്ങനെ ആദ്യത്തെ ഈ 3 ക്ലാസ്സും യൂണികാസ്റ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് D ആണ് മൾട്ടി കാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലാസ് E റിസർവ്ഡ് ആണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C യൂണികാസ്റ്റും ക്ലാസ് D മൾട്ടികാസ്റ്റുമാണ്. അങ്ങനെ ക്ലാസ് എയുടെ IP അഡ്രസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആദ്യത്തെ ക്ലാസ് എയുടെ IP അഡ്രസ് 0.0.0.0 ആണ്. ലാസ്റ്റ് IP അഡ്രസ് 127.255.255.255. ഇതാണ് ക്ലാസ് എയുടെ റേഞ്ച് 0 to 127. ക്ലാസ് B എത്തുമ്പോൾ 128 to 191. അപ്പൊ ഇതിൽ ക്ലാസ് ബിയുടെ ലാസ്റ്റ് IP അഡ്രസ് 191.255.255.255. ക്ലാസ് D നോക്കുമ്പോൾ 224 to 239. ക്ലാസ് E ആണെങ്കിൽ 240 to 255 ആണ് IP അഡ്രസ്സിന്റെ റേഞ്ച്. ഇനി ക്ലാസ് A എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ IP അഡ്രസ്സിലെ 2 പാർട്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഡിജിറ്റ് അല്ല, പാർട്സ്. ആദ്യത്തെ ഒരു പാർട്ട് നെറ്റ്വർക്കിനും അടുത്ത പാർട്ട് ഹോസ്റ്റിനുമാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ക്ലാസ് എയിൽ ആദ്യത്തെ 8 ബിറ്റ് ആണ് നെറ്റ്വർക്ക് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കി വരുന്ന ഇത് 8 ആവുമ്പോൾ ഇത് ബാക്കി 24 പാർട്ടും ഹോസ്റ്റിന് വേണ്ടിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ക്ലാസ് B ആണെങ്കിൽ ആദ്യത്തെ 8 and 8 plus 8 16 പാർട്ട് നെറ്റ്വർക്കിനും ബാക്കി 16 ഹോസ്റ്റിനുമാണ്. ക്ലാസ് സിയിലാണെങ്കിൽ ആദ്യത്തെ 24 നെറ്റ്വർക്ക് പാർട്ടും ലാസ്റ്റുള്ള 8 ആണ് ഹോസ്റ്റ് പാർട്ടും. അപ്പോൾ ഇവിടെ ക്ലാസ് എയിൽ നെറ്റ്വർക്കിന് എത്ര ബിറ്റ് ഉണ്ട്? നെറ്റ്വർക്ക് 8 ബിറ്റ് ആണുള്ളത്. ഹോസ്റ്റിലാണെങ്കിൽ 24 ബിറ്റും. പക്ഷെ നമ്പർ ഓഫ് നെറ്റ്വർക്ക് ചോദിക്കുമ്പോൾ 8ഉം ഇല്ല, അവസാനത്തെ ബിറ്റ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 2⁻7 ബിറ്റ്സ് ആണ് നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് ഉള്ളത്. ബിറ്റ്സ് അല്ല, നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് 2⁻7 ആണ്. അതുപോലെ ക്ലാസ് B എത്തുമ്പോൾ നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2⁻14 ആയിരിക്കും. ക്ലാസ് സിയിൽ 2⁻21. ഇനി നമ്പർ ഓഫ് ഹോസ്റ്റ് എത്രയായിരിക്കും? ഇവിടെ ടോട്ടൽ 24 ബിറ്റ്സ് ഉണ്ട്. അതിട്ട് 2⁻24 ആണ് ഹോസ്റ്റ്. പക്ഷെ അതിൽ ആദ്യത്തെയും അവസാനത്തെയും IP അഡ്രസ് യൂസബിൾ അല്ല, അത് ബ്രോഡ്കാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാണ്. അതുകൊണ്ട് ഹോസ്റ്റ്, നമ്പർ ഓഫ് ഹോസ്റ്റ്, യൂസബിൾ ഹോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ 2⁻24 ബിറ്റ് ആണ് ഉള്ളത്, 24. പക്ഷെ ഫസ്റ്റും ലാസ്റ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് 2⁻24 - 2 ആണ് നമ്പർ ഓഫ് യൂസബിൾ ഹോസ്റ്റ് ഇൻ ക്ലാസ് എ. ക്ലാസ് B ആണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ 16 ബിറ്റ് ആണ് ഹോസ്റ്റിനുള്ളത്. അതുകൊണ്ട് നമ്പർ ഓഫ് യൂസബിൾ ഹോസ്റ്റ് എന്ത് വരും? 2⁻16 - 2. ക്ലാസ് C വരുമ്പോൾ 8 ബിറ്റ് ആണ് ഹോസ്റ്റിനുള്ളത്, പക്ഷെ യൂസബിൾ ഹോസ്റ്റ് 2⁻8 - 2. ഇതൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഇതാണ് സ്പെഷ്യൽ IPv4 അഡ്രസ്സസ്. ഇത് മിക്കവാറും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ സ്പെഷ്യൽ IPv4 അഡ്രസ് ആണ് ഡിഫോൾട്ട് റൂട്ട്. അതിനെ അല്ലെങ്കിൽ ക്യാച്ച് ഓൾ റൂട്ട് എന്നും പറയും.
അതായത് ഒരു സ്പെസിഫിക് ആയ റൂട്ട് അവൈലബിൾ അല്ലെങ്കിൽ ഈ റൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ 0.0.0.0 ആണ്. ഈ ഐ പി അഡ്രസ് ആണ് ഡിഫോൾട്ട് റൂട്ട് എന്നറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. അതായത് ഏതൊരു ഐ പി അഡ്രസിന്റെയും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഐ പി അഡ്രസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ കാണുന്ന എക്സാമ്പിൾ ഇതൊരു ക്ലാസ് സി അഡ്രസിന്റെ ലാസ്റ്റ് ഐ പി അഡ്രസ് ആണ്. ഇത് ബ്രോഡ്കാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി അടുത്തത് ലൂപ്പ് ബാക്ക്. അതായത് ഡയറക്ട് ട്രാഫിക് ടു ദംസെൽസ്, അതാണ് ലൂപ്പ് ബാക്ക്. അതിലേക്ക് തന്നെ ഒരു ഐ പി അഡ്രസ്സിലേക്ക് തന്നെ അത് ട്രാഫിക്കിനെ ഒരു ഐ പി കോൺഫിഗറേഷൻ അവൈലബിൾ അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് നൽകുന്ന ഐ പി അഡ്രസ്സിനാണ് ലിങ്ക് ലോക്കൽ ഐ പി അഡ്രസ് എന്ന് പറയുന്നത്. ഈ വാല്യൂസ് ആണ് ലിങ്ക് ലോക്കൽ ഐ പി അഡ്രസ്സിന് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്തെന്ന് വെച്ചാൽ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ലേണിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് ആണ് ടെസ്റ്റ് നെറ്റ് ഐ പി അഡ്രസ്. അതിന്റെ വാല്യൂ 192.0.20.0 to 192.0.2.255. ഇനിയാണ് മിക്കവാറും എക്സാമുകളിൽ കാണുന്ന പ്രൈവറ്റ് ഐ പി അഡ്രസ്. ഇത് ലാനിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഒരിക്കലും വാനിൽ യൂസ് ചെയ്യാത്ത ഐ പി അഡ്രസ് ആണ് ഇത്. ഇതിന്റെ വാല്യൂസ് അപ്പോൾ ഇത്രയും ഐ പി അഡ്രസ്സുകളാണ് പ്രൈവറ്റ് ഐ പി അഡ്രസ് എന്നറിയപ്പെടുന്നത്. ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. UGC നെറ്റിലും ഗേറ്റിലും കുറച്ച് PSCയിലും ഒക്കെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ഐ പി അഡ്രസ്? അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു 8 ഡിജിറ്റ് ഉള്ള 4 പാർട്ട് ആയിട്ടാണ് ഐ പി അഡ്രസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം 32 ആണ്, 32 ബിറ്റ് ആണ് ഇതിന്റെ ആൻസർ. ഇനി വേർഷൻ 6 ഓഫ് ഐ പി അഡ്രസ് ഹാസ് ഹൗ മെനി ബിറ്റ്സ്? IPv4ലാണെങ്കിൽ 32 ബിറ്റ്സ്, അതുപോലെ IPv6 ആണെങ്കിൽ അതിൽ 128 ബിറ്റ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐ പി അഡ്രസ് ക്ലാസ് ഇസ് മൾട്ടികാസ്റ്റ്? ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സിയും യൂണികാസ്റ്റും, ക്ലാസ് ഡി ആണ് മൾട്ടികാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ക്ലാസ് ബി അഡ്രസ് ഓഫ് ഐ പി അഡ്രസ്? ക്ലാസ് ബി അഡ്രസ്സിൽ എത്ര നെറ്റ്വർക്ക് ബിറ്റ് ഉണ്ട്? ആദ്യത്തെ 16 ബിറ്റ് നെറ്റ്വർക്കിനാണെങ്കിലും അതിൽ 2 ബിറ്റ് പോകുന്നുണ്ട്. അപ്പം 214 ബിറ്റ് നെറ്റ്വർക്ക് ബിറ്റും ഹോസ്റ്റ് ബിറ്റ് ആണെങ്കിൽ 216 മൈനസ് ഹോസ്റ്റ് ബിറ്റ് ആണ് ചോദിച്ചത്, യൂസബിൾ ഹോസ്റ്റ് എന്ന് ചോദിച്ചില്ല. അപ്പോൾ 16 ബിറ്റും. അപ്പൊ നെറ്റ്വർക്ക് ബിറ്റ് 14ഉം ഹോസ്റ്റ് ബിറ്റ് 16ഉം. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐ പി അഡ്രസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വാൻ? അതായത് വാനിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഐ പി അഡ്രസ്. അതുകൊണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയി യൂസ് ചെയ്യാൻ പറ്റിയ ഐ പി അഡ്രസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. നമുക്കറിയാം ഓപ്ഷൻ എ പ്രൈവറ്റ് ഐ പി അഡ്രസ് ആണ്. അതൊരിക്കലും വാനിൽ യൂസ് ചെയ്യാൻ പാടില്ല, അത് ലാൻഡ് മാത്രമേ പറ്റുള്ളൂ. ഇനി ബി 172.16 ഇതും ഒരു പ്രൈവറ്റ് ഐ പി അഡ്രസ് ആണ്, അതുകൊണ്ട് അത് വാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പബ്ലിക് ഐ പി അഡ്രസ് ആണ്. അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ നമുക്ക് കൂടുതൽ പോർഷനുമായി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.